വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. മേ ബി ചില പോയിന്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പണ്ടൊക്കെ ഒരു ദിവസം പോകാൻ കാത്തിരിക്കും, എന്നാൽ ഇന്ന് ഒരു വർഷം, ഒരു മാസം പോലെ ഫീൽ ചെയ്യുന്നു. ഇത് വെറും ഒരു തോന്നലല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സമയം ശരിയായി ഉപയോഗിക്കുന്നില്ല, ജീവിക്കുന്നില്ല എന്നതിന്റെ ട്രൂത്ത് ആണ് ഇത് പറയുന്നത്. സ്വയം ചോദിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണോ ജീവിക്കുന്നത്? സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? നമ്മുടെ ഡ്രീംസ്, ഗോൾസ്, ഹാപ്പിനെസ് ഇതിനൊക്കെ തന്നെയാണോ നമ്മൾ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ നമ്മുടെ സമയം നമുക്കായി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. റീസൺസ് പലതുമാവാം, പക്ഷേ അവയിൽ പലതും വാലിഡ് റീസൺസ് അല്ലേയിരിക്കും. ഇന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിച്ച് പിന്നെ അത് നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. കാരണം നമുക്ക് ഇനിയും സമയമുണ്ട് എന്ന് കരുതുന്നു. ഇങ്ങനെ കരുതുന്നത് കൊണ്ട് ആ നാളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ സമയം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. എത്ര പണം കൊടുത്താലും നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയം വീണ്ടും വാങ്ങാൻ കഴിയില്ല. നമുക്ക് കൂടുതൽ മെമ്മറീസ് ഉള്ളത് നമ്മുടെ കുട്ടിക്കാലത്തായിരിക്കും. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള മെമ്മറീസ് ഉണ്ടാവണമെങ്കിൽ തന്നെ ഒന്നെങ്കിൽ വീക്കെൻഡിൽ അല്ലെങ്കിൽ മന്ത് എൻഡിലായി ചുരുങ്ങുന്നു. നമ്മുടെ സമയത്തിന്റെ വലിയൊരു ഭാഗം ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഫോൺ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല, ലിമിറ്റ് ചെയ്യണം. അതിനായി ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യണം. നമ്മുടെ സമയം നമ്മുടെ ഗ്രോത്തിനായി, ഹാപ്പിനെസ്സിനായി സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈഫിന് ഒരു മീനിങ് ഉണ്ടാകും. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ റിയൽ മെമ്മറീസ് ആൻഡ് ഹാപ്പിനെസ് കൊണ്ടുവരും. ടേക്ക് കെയർ യുവർ ബോഡി. ബോഡിയെ കെയർ ചെയ്യുന്നതും ഹെൽത്തി ലൈഫ് കൊണ്ടുവരാൻ സഹായിക്കും. നോ പറയേണ്ടടുത്ത് നോ പറയുക. മറ്റുള്ളവർക്കായി നമ്മുടെ സമയം അനാവശ്യമായി സ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഈവൻ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം ആയാൽ പോലും സമയം ഉണ്ടോ ഇല്ലയോ എന്നതിലല്ല കാര്യം, നമ്മുടെ സമയം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.